18 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ IPL ചരിത്രത്തിലെ ആദ്യ കിരീടം സ്വന്തമാക്കി RCB. അങ്ങനെ വിരാട് കോഹ്ലി എന്ന ഇതിഹാസ താരം IPLിലെ കന്നി കിരീടം സ്വന്തമാക്കിയിരിക്കുകയാണ്. പഞ്ചാബ് കിങ്സിനെ 6 റൺസിന് പരാജയപ്പെടുത്തിയാണ് വിരാട് കോഹ്ലിയും സംഘവും കിരീടം ചൂടിയത്. ആ കിരീട നേട്ടത്തിലേക്ക് അവർ നടന്നെടുത്തത് അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റ് ചെയ്യാൻ ഇറങ്ങിക്കൊണ്ടായിരുന്നു. RCB 9 വിക്കറ്റ് നഷ്ടത്തിൽ 190 റൺസ് എടുത്തു. ടീമിന് വേണ്ടി 43 റൺസുമായിട്ട് കൂടുതൽ റൺസ് സ്കോർ ചെയ്തതും വിരാട് കോഹ്ലി തന്നെ. അങ്ങനെ 120 പന്തിൽ 191 റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റിംഗ് ആരംഭിച്ച പഞ്ചാബ് തുടക്കം മുതൽ റൺ റേറ്റ് നിലനിർത്താൻ പാടുപെട്ടു. ഓപ്പണർമാരായ പ്രിയാൻഷ് 24 റൺസും പ്രഭു സിമ്രാൻ 26 റൺസും എടുത്ത് കൂടാരം കയറിയപ്പോൾ 2 പന്തിൽ 1 റൺസ് മാത്രം നേടിയാണ് ശ്രേയസ് പുറത്തായത്. ഇവിടെ മുതൽ പഞ്ചാബിൽ നിന്നും കളി നഷ്ടപ്പെടുകയായിരുന്നു. എന്നാൽ പഞ്ചാബിന്റെ പ്രതീക്ഷകൾ തകർന്നത് ഇവിടെയാണ്. 16 ഓവറുകൾ പൂർത്തിയായപ്പോൾ പഞ്ചാബിന് 136 റൺസ്, 4 വിക്കറ്റുകൾ നഷ്ടപ്പെട്ടു. ക്രീസിൽ ശശാങ്ക് സിംഗും വധേരയും. പഞ്ചാബിന് ജയിക്കാൻ വേണ്ടത് 55 റൺസ്. 17-ാം ഓവർ എറിയാൻ ഭുവനേശ്വർ കുമാർ എത്തി. ആദ്യ ബോളിൽ 1 റൺ, 2-ാം ബോളിൽ വധേര ഔട്ടാകുന്നു. പഞ്ചാബിന് സമ്മർദ്ദം വർദ്ധിച്ചു. എന്നാൽ പിന്നീട് ഇറങ്ങിയ സ്റ്റോയിൻസ് തന്റെ ആദ്യ ബോളിൽ തന്നെ സിക്സർ പറത്തുന്നു. പഞ്ചാബ് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷ നൽകിയ നിമിഷം, എന്നാൽ തൊട്ടടുത്ത ബോളിൽ തന്നെ സ്റ്റോയിൻസും ക്യാച്ച് നൽകി കൂടാരം കയറി. ഈയൊരു നിമിഷത്തിലാണ് വിരാട് കോഹ്ലി ABDയുടെ അടുത്തേക്ക് തിരിഞ്ഞ് സന്തോഷം പ്രകടമാക്കിയത്. നിർണായകമായ ഭുവനേശ്വർ കുമാറിന്റെ ആ ഓവറിൽ 8 റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് 2 വിക്കറ്റുകൾ താരം സ്വന്തമാക്കി. ഇതായിരുന്നു മത്സരത്തിന്റെ ടേണിംഗ് പോയിന്റ് ആയത്. പിന്നീട് കാര്യമായിട്ടൊന്നും തന്നെ പഞ്ചാബിന് ചെയ്യാൻ സാധിച്ചില്ല. അവസാന ഓവറിൽ വേണ്ടിയിരുന്നത് 29 റൺസ്. ക്രീസിൽ ഞാൻ അങ്ങനെയൊന്നും തോറ്റു പിന്മാറില്ല എന്ന ഉറച്ച വിശ്വാസത്തിൽ നിൽക്കുന്ന ശശാങ്ക് സിംഗ്. ബോൾ എറിയാനെത്തിയത് ഹേസിൽവുഡിന്റെ ആദ്യത്തെ 2 ബോളുകളിൽ ഒന്നും ചെയ്യാൻ ശശാങ്കിന് സാധിച്ചില്ല. എന്നാൽ വിജയം നഷ്ടപ്പെട്ടുവെങ്കിലും അവസാന 4 ബോളുകളിൽ 22 റൺസ് ശശാങ്ക് സിംഗ് ഉണ്ടാക്കി. അതിനു മുന്നേ തന്നെ ഗാലറി ഇളകി മറിഞ്ഞിരുന്നു. ആ വിജയം RCB ഉറപ്പിച്ചിരുന്നു. അങ്ങനെ RCBയും വിരാട് കോഹ്ലിയും ആ കനക കിരീടമുയർത്തി. 18 വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ